സമൂഹത്തെ ആകെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന വലിയ തരത്തിൽ ചർച്ചയാവുന്ന ഒരു കോടതി വിധിയാണ് ഇന്നലെ വന്നത്. ഇന്നലെ ഒരു 3:30-4 മണിയോടുകൂടി വനിതാ ജഡ്ജി കൂടെയുള്ള ഹണി വർഗീസ് ഉത്തരവിട്ടു. പൾസാർ സുനി അടക്കമുള്ളവർക്ക് 20 വർഷം തടവ്, 20 വർഷത്തിൽ കുറഞ്ഞ തടവ്, പിന്നെ 50,000 രൂപ പിഴ, എല്ലാം കൂടി 5 ലക്ഷം രൂപ പിന്നെ അതിജീവിതയ്ക്ക് കിട്ടും. ദിലീപിനെ വെറുതെ വിട്ടു. വെറുതെ വിട്ടതിൻ്റെ കാര്യകാരണ സഹിതം സാഹചര്യ തെളിവുകളേ ഉള്ളൂ, യഥാർത്ഥ തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടത്. പക്ഷെ അതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇതൊരു പിള്ളേർ കളിയായിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരാണ്. കോടതി അത് തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു വിധിയിൽ. 1711 പേജുള്ള വിധിയാണ്. എന്തിനാണ് ഇത്രയും വലിയ വിധി എന്നൊക്കെ പേജ് എന്നൊക്കെ ചിന്തിച്ചു പോകും. ഇത്രയും 7 വർഷം 200 പേരെ വിചാരണ ചെയ്യുന്നു. 1711 പേജുള്ള വിധി വരുന്നു. ലളിതമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സിലൂടെയാണ് പോയതെന്ന് കോടതി പറയുമ്പോഴും അതിജീവിതയുടെ വക്കീൽ ടി ബി മിനി പുസ്തകം എഴുതുമെന്നും ഈ കാര്യങ്ങളൊക്കെ പറയുമെന്നും ഒക്കെ പറയുമ്പോൾ എന്താണ് ഇന്ത്യൻ പാർലമെന്റ് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് പോയത്? ജീവപര്യന്തമെങ്കിലും പൾസാർ സുനിക്കെങ്കിലും ജീവപര്യന്തം കൊടുക്കണ്ടായിരുന്നോ? ഇതാണ് സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ച. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാറും ടി ബി മിനിയും അതിജീവിതയോടൊപ്പം നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുപോകണം. ഒന്ന്, സമൂഹത്തിന് സന്ദേശം നൽകലല്ല ഞങ്ങളുടെ ജോലി, അല്ലെങ്കിൽ കോടതിയുടെ ജോലി എന്നൊരു വാദം ജഡ്ജി പറഞ്ഞതായി ചാനലുകളിൽ വരുന്നുണ്ട്. ഇനി ജഡ്ജി പറഞ്ഞതാണോ മറ്റ് വക്കീൽ സമൂഹത്തിൽ നിന്ന് വന്നതാണോ, ആര് പറഞ്ഞതായാലും സോറി ടു സേ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും. സമൂഹത്തിന് സന്ദേശം നൽകാൻ വേണ്ടി തന്നെ ആയിരിക്കണം വിധി. എന്തിനാണ് ഇത്രയും കർശനമായ നിയമങ്ങൾ വെച്ചത്? എന്തിനാണ് ഒരാളിനെ ജീവിതകാലം ശിഷ്ടകാലം മുഴുവൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്രസൺമെന്റിൽ വയ്ക്കുന്നത്? അദ്ദേഹം പിന്നെ ഇറങ്ങിയാൽ വീണ്ടും തെറ്റ് ചെയ്യും എന്നുള്ള സാധ്യത കൂടെ മനസ്സിലാക്കിയിട്ടല്ലേ? സാധ്യത കൂടെ മനസ്സിലാക്കിയിട്ടാണ് ജീവപര്യന്തം വയ്ക്കുന്നതും ചില ആളുകളെ തൂക്കിക്കൊല്ലുന്നതും. എന്തിനാണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ശിക്ഷകളാണുള്ളത്. അവയവങ്ങൾ കട്ട് ചെയ്ത് കളയുക, തല കട്ട് ചെയ്ത് കളയുക, വളരെ മോശമായി തൂക്കിക്കൊല്ലുക, വളരെ വളരെ കിരാതമായ നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഫെയറായി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നപ്പോൾ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റ് ചെയ്തവരെ വിധിക്കുന്നത്, കയ്യാമ വയ്ക്കുന്നത്, വിലങ്ങ് വയ്ക്കുന്നത്, പോലീസ് കൊണ്ടുപോകുന്നത്, ജയിലിലിടുന്നത്? അവർ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത് അവർക്കും സന്ദേശം കൊടുക്കലാണ്, പൊതുസമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ സന്ദേശം കൊടുക്കുന്നത്. ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ ഇത്രയും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രയോഗം ആരിൽ നിന്ന് വന്നെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന വിധികൾ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ 6 ദിവസം 6 വർഷമോ 7 വർഷമോ ജയിലിൽ കിടന്നാൽ, ചെറിയ പ്രായമാണെങ്കിൽ സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിട്ട് നമുക്കൊരു ദിവസം ഇറങ്ങി വരാമല്ലോ, തുറന്ന ജയിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാം, പിന്നെ വരുമ്പോൾ ചെറിയ സമ്പാദ്യം കയ്യിൽ കാണും, പിന്നെ ശിഷ്ടകാലം ജീവിക്കാം എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് കുറ്റവാളികൾ മാറിയാൽ പിന്നെ ഇപ്പുറത്ത് ഒരു ചാനലിൽ ഒരു വനിത പറഞ്ഞതുപോലെ തോക്കെടുത്തുകൊണ്ടും പിച്ചാത്തിയും തോക്കും കത്തിയും എടുത്തുകൊണ്ട് സ്വയരക്ഷയ്ക്ക് ആളുകൾ പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് വരേണ്ടി വരുമോ എന്നുള്ളൊരു കാലം വരും. ഒരുപക്ഷെ ഈ അതിജീവിത തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി തിരിച്ചവർക്ക് ആക്രമിക്കാൻ പറ്റി മറ്റവർ മരിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാങ്കല്പികമായ ഒരു ചോദ്യമാണെങ്കിൽ പോലും ചില കത്തിയോ എന്തെങ്കിലും എടുത്ത് കുത്തി, അല്ലെങ്കിൽ വേറൊരു കേസിൽ കുത്തി പ്രതി മരിച്ചു എന്ന് വിചാരിക്കുക. സ്വയരക്ഷാർത്ഥം ആ ചെയ്ത വാദിക്ക് അപ്പം പിന്നെ ഇപ്പുറത്ത് പ്രതിയാവും. ഈ ആക്രമിക്കാൻ വന്നവനല്ല, വന്നവനെ കൊന്ന ആൾ പ്രതിയാവും. ആ പ്രതിക്കും രക്ഷപ്പെടാം സെൽഫ് ഡിഫൻസിന് വേണ്ടി. എന്തായാലും ഇന്ത്യൻ സ്ത്രീയുടെ മാനത്തിൻ്റെ കഥയാണ് ഇവിടെ നടന്നത്. ഇതൊരു പിള്ളേർ കളിയായിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ജഡ്ജിയും പ്രായം കുറവാണ്. ഈ വിധി പറഞ്ഞ ജഡ്ജിക്ക് പ്രായം കുറവാണ്. കേസ് പറഞ്ഞ മിനി പിന്നെ പ്രായവും അനുഭവ സമ്പത്തും കുറവാണ്. പ്രായം കുറവെന്ന് ഞാൻ തീരെ കുറവല്ല, എന്നാലും മധ്യവയസ്ക കഴിഞ്ഞവരാണ്. പക്ഷേ
അനുഭവ സമ്പത്ത്, ക്രിമിനൽ കേസുകളിലെ അനുഭവ സമ്പത്ത് അത്ര അധികം ഉള്ളവരല്ല. ചരിത്രപ്രസിദ്ധമായ ക്രിമിനൽ കേസുകളൊന്നും വാദിച്ച് ജയിച്ച ഒരു പാരമ്പര്യമുള്ള വക്കീലല്ല. അത് ഇതിൻ്റെ ഒരു കുറവല്ല, ചിലപ്പോൾ ഇതിലാദ്യമായി ജയിക്കാമായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു കുറവല്ല. ഞാൻ ഒരു കാര്യകാരണ സഹിതമുള്ള ഒരു ഫാക്റ്റ് പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അജയകുമാർ അടക്കമുള്ള ആളുകൾക്ക് അവർ പറയുന്നത് ഇനിയാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നത്. ഈ 20 വർഷം എന്ന് പറയുന്നതിൻ്റെ ഇനി ഹൈക്കോടതിയിൽ ഇത് തുറക്കാം, അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് തുറക്കാം. എന്തായാലും ഇത് വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതിനിടയിൽ സമൂഹം മൂന്നായി പിരിഞ്ഞു നിന്ന് ചർച്ച ചെയ്തത് വളരെ ഖേദകരമായി പോയി. ഒന്ന്, സമ്പൂർണമായും അതിജീവിതയാണ് ശരി എന്നുള്ള നിലയിൽ, അല്ല അവരുടെ ഭാഗത്താണ് ശരി എന്നൊരു ന്യായവാദങ്ങൾ, കോടതിയാണ് ശരി എന്ന് പറയുന്നൊരു ന്യായവാദങ്ങൾ, ദിലീപാണ് ശരി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ഇങ്ങനെ സമൂഹം ഒരു കേസ് വന്നപ്പോൾ ഇങ്ങനെ ചേരിതിരിഞ്ഞു നിന്ന് അവരവരുടെ വിൻസ് ആൻഡ് ഫാൻസി അനുസരിച്ച് അഭിഭാഷക സമൂഹവും പിന്നെ നമ്മുടെ ചാനലിസ്റ്റുകളും പാനലിസ്റ്റുകളും എല്ലാവരും ചേരിതിരിഞ്ഞു നിന്ന് അവരവരുടെ വിൻസ് ആൻഡ് ഫാൻസികൾ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥ നീതി, യഥാർത്ഥ സത്യം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ദിലീപിന് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ? ഇനി ഒരു സ്ത്രീയുടെ പേര് ആദ്യം പൾസാർ സുനി പറഞ്ഞു എന്ന് പറയുന്നു. ആ സ്ത്രീ ആരാണ്? അതിനുശേഷമാണല്ലോ നമുക്ക് രണ്ടാമതാണല്ലോ ഇത് വന്നത്, നമ്മുടെ ഈ പൾസാർ സുനിയുടെ പേര് വന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പേര് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ക്ലിയറായി പോവുക എന്നുള്ളത് ഇനിയും ചരിത്രത്തിൽ രേഖകൾ കിടപ്പുണ്ട്. ഇനിയും ഒരു പക്ഷേ പുനരന്വേഷണം പോലും നടത്തിയാലും അത്ഭുതമില്ല. എത്രയോ കേസുകൾ ഇന്ത്യൻ ജുഡീഷ്യറി പുനരന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ ചെയ്തത് കുറവാണെങ്കിൽ വീണ്ടും അന്വേഷണത്തിലേക്കും പോകാം. പക്ഷേ അപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോടതിയിൽ ചെല്ലുമ്പോൾ വാദിക്കാണ് കൂടുതൽ വാദിയുടെ ഭാഗത്തേക്കാൾ പ്രതി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശിക്ഷ കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്നതിനൊരു മുൻതൂക്കം കിട്ടാനാണ് കൂടുതൽ സാധ്യത. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതി വിധി പറഞ്ഞാൽ ആ പറഞ്ഞ വിധിയെ പുനഃപരിശോധിക്കുന്നത് കൂടുതൽ പ്രതിയുടെ ഭാഗത്ത് അനീതി വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിലേക്കാണ്. അല്ലാതെ ഈ ശിക്ഷ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഗുണം അനുഭവിച്ച വാദിയുടെ ഭാഗത്ത്, അതായത് ഇവിടെ വരുമ്പോൾ അതിജീവിതയുടെ ഭാഗത്ത് വലിയ നീതികേടുണ്ടോ എന്ന് അന്വേഷിക്കൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും അങ്ങനെ അന്വേഷിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. നമുക്ക് ഇത് തുറക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള ഒരു രീതിയല്ല ഈ വിധി വന്നപ്പോൾ സമൂഹത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ സമൂഹത്തിൻ്റെ വിൻസ് ആൻഡ് ഫാൻസി അനുസരിച്ച് കോടതിക്ക് പറയാൻ കഴിയില്ല. കോടതിക്ക് കോടതിയുടേതായ നടപടിക്രമങ്ങളുണ്ട്. അത് വെച്ച് തന്നെ കോടതിക്ക് പോകാൻ കഴിയും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ പൊതുബോധം, നിയമബോധം, അവബോധം പറയുന്നത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇത്രയും ചെറിയ ശിക്ഷ മതിയോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നടി എന്ന് പറയുന്ന അവർ 7 വർഷം സിനിമയിലില്ലായിരുന്നു. ഒരുപക്ഷെ അവർ 7 വർഷം സിനിമയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കോടാനുകോടി രൂപ അവർക്ക് സമ്പാദിക്കാൻ കഴിയുമായിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായി ഒരാൾ മരിച്ചാൽ പിന്നെ ശിഷ്ടകാലത്ത് ജീവിക്കുമ്പോൾ അവർ ജീവിക്കുന്ന കാലത്തേക്കുള്ള പണം കൂടെയൊക്കെ കണക്കാക്കിയിട്ടാണ് ഇൻഷുറൻസ് ക്ലെയിമൊക്കെ വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നടിക്ക് 5 ലക്ഷം രൂപയുടെ ആനുകൂല്യമേ ഉള്ളോ? അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കിട്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യവും ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെ ഗൗരവമായ നിയമ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ചോദ്യങ്ങളായി നാളത്തെ കാലം ഈ കേസ് പഠിക്കും.